പെൻഗ്രാഫിക് എന്ന സ്ഥാപനം ഓട്ടുപാറ നഗരമധ്യത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തന്ത്രി അവണപ്പറമ്പ് പ്രദീപൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഹൈ ക്വാളിറ്റിയിൽ എല്ലാവിധ പ്രിന്റ് വർക്കുകളും, സൈൻ ബോർഡ്, മൾട്ടി കളർ നോട്ടീസ്, ക്ലോത്ത്, വിനയൽ ഫ്ലെക്സ് തുടങ്ങി എല്ലാവിധ വർക്കുകളും ആധുനിക രീതിയിൽ പെൻഗ്രാഫിക്കിൽ ചെയ്തു കൊടുക്കുന്നു. കേരളത്തിൽ CPIM ക്രിമിനൽ ഭീഷണി ഉയർത്തുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 4 സ്ഥലങ്ങളിൽ നിന്നാണ് ഭീഷണി മുദ്രാവാക്യം ഉയർന്നത്. മാധ്യമപ്രവർത്തകൻ ദാവൂദിനെതിരെ, പോലീസിനെതിരെ, പൊതുസമൂഹത്തിനെതിരെ, കൂടെ നിൽക്കുന്നവർക്കെതിരെ വരെ മുദ്രാവാക്യം വിളിക്കുന്നുവെന്ന് VD സതീശൻ പറഞ്ഞു. PM മാർഷോ PK ശശിയുടെ കാൽ വെട്ടുമെന്നാണ് പറഞ്ഞത്. AISF-കാരിയായ ദളിത് യുവതിയോടെ മോശമായി പെരുമാറിയ ആളാണ് ആർഷോ. SFI, DYFI ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ CPIM തയ്യാറാകണം. കേരള സർവകലാശാല അടക്കമുള്ള പ്രതിസന്ധികൾ ചർച്ച ചെയ്യാതെ വഴി തിരിച്ചുവിടാനുള്ള ഗൂഢശ്രമം നടക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ബംഗാളിൽ CPIM-ന് സംഭവിച്ചതിന്റെ ആരംഭമാണ് കേരളത്തിൽ. PJ കുര്യന്റെ യൂത്ത് കോൺഗ്രസിനെതിരായ പരാമർശത്തിൽ VD സതീശൻ പ്രതികരിച്ചു. അദ്ദേഹം പാർട്ടി യോഗത്തിൽ പറഞ്ഞത് അഭിപ്രായം മാത്രം. യൂത്ത് കോൺഗ്രസ് നന്നായി അധ്വാനിക്കുന്ന നല്ല കുട്ടികളുടെ സംഘടനയാണ്. മാധ്യമങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ച നടത്തുന്നു. സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തണമെന്ന മുതിർന്ന നേതാവിന്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. വേറെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഇതൊക്കെ ഒരു വാർത്തയാണോ എന്ന് VD സതീശൻ ചോദിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിച്ചത് അധികാര ദുർവിനിയോഗമെന്ന് VD സതീശൻ പറഞ്ഞു. നോമിനേറ്റ് ചെയ്യേണ്ടത് കലാ, രാഷ്ട്രീയ, കായിക രംഗത്ത് നിന്നുള്ളവരെയാണ്. PT ഉഷയെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഞാൻ എതിർത്തില്ലല്ലോ എന്നും സതീശൻ ചോദിച്ചു. PK ശശിയുമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശശിക്കെതിരെ ഉണ്ടായത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ തകർക്കാനുണ്ടായ ആരോപണം. ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് വിഷയം പ്രശ്നമാകാതിരുന്നത്. എന്ത് വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നവരല്ല UDF. തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നും VD സതീശൻ പറഞ്ഞു. വയനാട്ടിൽ ഒരു ചലനവും സർക്കാർ നടത്തുന്നില്ലെന്നും സർക്കാർ സഹായങ്ങൾ നൽകുന്നില്ലെന്നും VD സതീശൻ ആരോപിച്ചു. കോൺഗ്രസ്, ലീഗ് ഭവന നിർമ്മാണ പദ്ധതികൾ നടക്കും. പ്രശ്നവുമില്ല, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. സർക്കാരിന് പോലും നിയമപ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് യൂത്ത് കോൺഗ്രസിനെതിരെയുള്ള ചോദ്യങ്ങളെന്നും സതീശൻ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.